കോരിച്ചൊരിയുന്ന മഴ, ഭൂമി വിറയ്ക്കുമ്പോഴേ ഇടിമുഴക്കത്തോടെ മിന്നലുകൾ ഭൂമിയിൽ പതിക്കുന്നു. കൊല്ലം ജില്ലയിലെ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ശാസ്താംകോട്ട എന്ന ഒരു കൊച്ചു ഗ്രാമം. എന്നാൽ ആ രാത്രി പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പ്രകൃതി ഒന്നാകെ വരാൻ പോകുന്ന എന്തോ ഒരു വിപത്തിനെ തടയാൻ ശ്രമിക്കും പോലെ. ദേവയാമി മഴയത്ത് ആ ചെളി മൂടിയ കാവിൽ നിരത്തിലൂടെ ഇഴഞ്ഞ് നാഗത്തറയിലേക്ക് നീങ്ങുകയായിരുന്നു. അമ്മേ, നാഗമ്മേ, നിനക്കിതാണോ ഇഷ്ടം? അവർ എൻ്റെ മഹിയേട്ടനെ കൊലപ്പെടുത്തി. അമ്മേ എന്നുറക്കെ കരഞ്ഞുകൊണ്ട് ദേവയാമി ചെളി നിറഞ്ഞ ആ തറയിലൂടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടേയിരുന്നു. അവിടവിടായി കീറി സ്ഥാനം മാറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ. ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ പാവാടയും ധാവണിയും ബ്ലൗസും ആണെങ്കിൽ അതൊന്നും സ്ഥാനത്തായിരുന്നില്ല. അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന നീളൻ മുടിയിഴകളും വസ്ത്രങ്ങളും കാവിലെ ചെളിയിൽ കുളിച്ചു നിൽക്കുന്നു. നെറ്റിയിൽ നിന്ന് നിർത്താതെ ഒഴുകുന്ന രക്തത്തിൻ്റെ നേരിയൊരു ചാല് ചുണ്ടുപൊട്ടി രക്തം ഒലിക്കുന്നു. കവിൾത്തടത്തിൽ രക്തം കിനിഞ്ഞു നിൽക്കുന്നു. വെട്ടുകൊണ്ട വലതുകാൽ, ആ മുറിവിൽ നിന്നും രക്തം നിർത്താതെ ഒലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇടത് കാൽപാദത്തിൽ തറച്ചു നിൽക്കുന്ന ഒരു ചില്ല് കഷ്ണം. എന്താടി, നിന്റെ കാവിലെ യക്ഷി നിന്നെ രക്ഷിക്കുമെന്ന് കരുതിയാണോ നീ ഇവിടേക്ക് ഓടിക്കയറിയത്? ദേവയാമിയുടെ പുറകിൽ നിന്നും ഒരു ഭയപ്പെടുത്തുന്ന പരിഹാസ സ്വരം ഉയർന്നു കേട്ടു. അത് കേട്ട് ദേവയാമി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് ദേവയാമിയുടെ കണ്ണുകളിൽ പകയുടെ കനലിരിഞ്ഞു. ഇന്ദ്ര, നിന്റെ ഈ ചെയ്തികൾക്ക് നീ അനുഭവിക്കും. നിന്റെ മാറു പിളർന്ന് നിന്റെ ഹൃദയം ഞാൻ പറിച്ചെടുക്കും. നിന്റെ കുലം ഞാൻ മുച്ചൂടും മുടിക്കും. എൻ്റെ മഹിയേട്ടനെ ഇല്ലാതാക്കിയ നീയും നിന്റെ കൂട്ടുകാരും. നിങ്ങൾക്ക് മുൻപിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു വീഴും. നീയൊക്കെ അത് കാണും. നിനക്കെൻ്റെ മഹിയേട്ടനെയും എൻ്റെ ഉള്ളിൽ വളർന്ന ഞങ്ങളുടെ സ്വപ്നത്തെയും ഇല്ലാതാക്കാൻ സാധിച്ചിരിക്കാം. എന്നാൽ നാഗയമ്മയെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിന്റെ എല്ലാം അന്ത്യം എൻ്റെ കൈകൾ കൊണ്ടായിരിക്കും. ദേവയാമിയുടെ ആ വാക്കുകൾ ശരിവെക്കും പോലെ ഉഗ്രശബ്ദത്തോടെ ഒരു മിന്നൽ പിണർപ്പ് കാവിൽ തലയുയർത്തി നിന്ന അരയാലിന്മേൽ പതിച്ചു. അരയാൽ ആ കൂരിച്ചൊരിയുന്ന മഴയിലും ഉഗ്രപ്രകാശത്തോടെ കത്തിജ്വലിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രകാശം കാവിലെങ്ങും പടർന്നു. ആ പ്രകാശത്തിൽ ദേവയാമിയുടെ മുഖം വ്യക്തമായി കണ്ടു. ഇന്ദ്രൻ മാൻമിഴി പോലെയുള്ള നയനം, കൊത്തിയെടുത്ത പോലുള്ള ചുണ്ടുകൾ, പറഞ്ഞ ഭംഗിയിൽ വരച്ചു വച്ചതുപോലുള്ള മൂക്ക്, പകയേറിയും കണ്ണുകളാണ് ദേവയാമിക്ക് അപ്പോഴെങ്കിലും ഇന്ദ്രൻ അവൾ അപ്പോഴും ഒരു ദേവതയെ പോലെ തോന്നി.